ഗുഡ് മോർണിംഗ് ഗായ്സ്. രാവിലെ 8:40. അപ്പം എല്ലാവരും ഇവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അസുബുവിനെ കാണിച്ചു കൊടുക്കും. അസുബു ഫാൻസ് അസോസിയേഷൻ. ആലിയ രാവിലെ എന്താ പരിപാടി? ഇഡ്ഡലിയും ചട്നിയും കഴിക്കുക. ഇത് നോക്ക്, റമിക്കാൻ്റെ പൂ പോലത്തെ ഇഡ്ഡലി. ഇതിനെ കുറിച്ച് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പൂ പോലത്തെ ഇതാ, ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ ചെറിയൊരു യാത്ര പോവാന്, യാത്രയല്ല, ചിരിച്ചേ, ചിരിക്കറാ. കടാ കാണുന്നില്ല ഈ അണിക്ക്. ആ പല്ലൊന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ നോക്കാൻ വേണ്ടി പോന്നെ. അസുബിങ് വാ അല്ലേ. അപ്പോൾ രാവിലെ തന്നെ പോകുമ്പോൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതിന് ഓരോ വീട്ടിൽ നല്ല ഇഡ്ഡലി ഉണ്ടാക്കി, അതിന് ഞാൻ ചെറിയൊരു ചട്നി ഉണ്ടാക്കി, കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡ്രോയിങ് കാണിച്ചു കൊടുത്തേ. ഇതാരാ വരച്ചെന്നാരാ? ആരാ അതിന്റെ മുകളിൽ സ്കെച്ച് ചെയ്തത്? എന്താ? ലബൂബിനെ കാണിച്ചു കൊടുത്തേ. ലബൂബി എടുത്തു. എടോ ലബൂബിനെ വരച്ചിട്ടുണ്ടല്ലോ, കാണുന്നില്ല ഗൈസ്. അല്ല, കീറി കളഞ്ഞ്. കീറിയിട്ടൊന്നുമില്ല, കാണുന്നില്ല. ആലി ചിത്രം വരക്കും, അസുബു അത് കീറിക്കളയും. അല്ല, സ്കെച്ച് അടിച്ചിട്ട് കീറിക്കളയും. ഇതാരാന്നറിയാവോ? ഇതാരാ അസുബു? ഇതാരാ? ലബൂബു. സമയം കളയാനില്ല, നമുക്ക് വേഗം ഭക്ഷണം കഴിക്കാം. ബാക്കി വിശേഷങ്ങൾ പോകുമ്പോൾ കാണാം. അപ്പോൾ ടിപ്സ് ഓഫ് ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റമീസ്കാക്ക് എപ്പോൾ ഇറങ്ങിയാലും ഒന്നും കൂടെ പോയിട്ട് ഇങ്ങനെ വീട് കണ്ടിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ലല്ലേ. ഗ്യാസ് ഓഫ് ആക്കിയോ, ലൈറ്റ് ഓഫ് ആക്കിയോ, അങ്ങനെ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ടാവും. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ എന്താ കാരണം? ഇപ്പൊ ഫോണും എടുക്കാൻ വിട്ടു. ഇത് ഇടക്കിടക്ക് സംഭവിക്കുന്നു. എന്നാ ആച്ചിക്ക് പണി കൊടുക്കാൻ. ഈ കുട്ടിക്ക് എപ്പോഴും ഉള്ളതാ പാവം. നീ എന്തെങ്കിലും മറന്നു? എന്തെങ്കിലും മറന്നു? ഞാൻ ഒന്ന് തട്ടം ചെറുതായിട്ട് മാറി. നെറ്റ് കിട്ടുന്നില്ല. മറ്റേ തട്ടം ശരിക്കും തലയിൽ നിൽക്കുന്നില്ല, ഒരു തട്ടം വാങ്ങിപ്പോ അല്ലേ അസ്ബു? ഇത് ഉമ്മച്ചിക്ക് മൊഞ്ചുണ്ടാ? 5 രൂപയാണ് തട്ടത്തിന്റെ പൈസ. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പറഞ്ഞോ, എങ്ങോട്ടേക്കാ പോകുന്നത്? നിന്റെ പല്ല് കാണിക്കണ? നീ കൊറേ മുട്ടായി കഴിക്കുന്നില്ലേ? ഈ തട്ടം എങ്ങനെയുണ്ട്? തട്ടടിപൊളിയാണ്. ഇങ്ങനത്തെ തട്ടല്ല നല്ലത്. ശരിക്കും എവിടെയെങ്കിലും പെട്ടെന്ന് ഇറങ്ങി പോകുമ്പേ നമ്മളെ മറ്റേ സ്കാർഫ് ഊതുന്ന ഷാൾ ഇട്ട് കഴിഞ്ഞാൽ തലയിൽ വെക്കൂല, അതിനെ വലിച്ചോണ്ടിരിക്കേണ്ടി വരും. ഇതിന്റെ പേരെന്താണ്? ജേഴ്സി. നല്ല രസമുണ്ട്. ആരാ മേടിച്ചെന്നേ? പുറത്തുനിന്ന് ഒരാളോട് ഏൽപ്പിച്ചിട്ട് വാങ്ങിയതാ. അങ്ങനെയാണല്ലേ. ഓക്കെ ഓക്കെ. നിങ്ങളെന്തിനിപ്പോ കൂളിംഗ് ഗ്ലാസ് ഇട്ടിന്? 4 ആൾക്കാർ കാണുന്നതല്ലേ എന്റെ പുത്തൻ റൈബൻ ഗ്ലാസ്. റൈബൻ അല്ല, വേറെ ഏത് ഗ്ലാസ്സാ? അതാരാ വാങ്ങിത്തന്നേ? അതെന്റെ ഓള്. വേറെ ആര്? എന്നാലും നീയാ പറയൂല. ഇല്ലല്ലോ, നോക്കി നോക്ക്, അമ്മച്ചി കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ
ഇറങ്ങി വിളക്കോട് എത്താനായി, നമ്മളെ സെന്ററിന്റെ അടുത്ത് എത്താനായി. സൗമേച്ചി നോക്ക് മോളെ, എന്റെ സെന്റർ. സൗമേച്ചി എത്തിയിട്ടില്ല. നല്ല ഭംഗിയുണ്ടല്ലോ രാവിലെ തന്നെ കാണാന്. നോക്ക്, സൂപ്പർ അല്ലേ? ആരും ഇല്ലെങ്കിൽ എപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരാൾ. ഒറ്റക്കാണെങ്കിലും നമ്മൾ ഒറ്റക്കാന്നുള്ള തോന്നലുണ്ടാക്കൂല. ഇടക്കിടക്ക് വന്നിട്ട് എന്താ ഹസ്ബൂന്റെ പ്രശ്നം? നമ്മളെ ഇരട്ടിപ്പാലം, ചരിത്ര പ്രസിദ്ധമായ അത് ക്ലോസ് ചെയ്തല്ലേ? ഇരട്ടിപ്പാലം അത് ക്ലോസ് ചെയ്തേ? അത് ക്ലോസ് ചെയ്തോ? അത് ക്ലോസ് ചെയ്തു. എന്താ? അതിനെന്തോ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മളെ പഴയ പാലം, ബ്രിട്ടീഷുകാർ പണിതത്. ഇത് നമ്മളെ പുതിയത്. അതിന് മുകളിൽ 2-3 പ്രാവശ്യം മറ്റേ ഇതെല്ലാം വീണിട്ടില്ല, കമ്പി എങ്ങാനും വീണിട്ടില്ല അല്ലേ? ഇല്ല, അത് നല്ല ഉറപ്പുണ്ടേന്ന്. എന്താ അടച്ചുവെച്ചെന്ന് അറിയില്ല. അപ്പൊ ഇതല്ല വേറെ എവിടെ ഇങ്ങനെ എന്തെങ്കിലും വീണെന്ന് പറഞ്ഞിട്ട്. അല്ല, ഇപ്പൊ അടുത്തെന്തെങ്കിലും പ്രശ്നം വന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല, ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ അടക്കേണ്ട ആവശ്യമില്ല. ഇന്നത് ഒരു നൊസ്റ്റാൾജിക് ഫീലാണ്. നമ്മള് മെല്ലെ കേറാണ്. കൂട്ടുപുഴയല്ലേ ഇത് ഇങ്ങോട്ടേക്ക് വരുന്നത്? നമ്മൾ സൗമേച്ചിന്റെ വീട്ടിലോട്ടേക്ക് പോകുന്ന വഴി. ഇതിലൂടെ പോകുമ്പോൾ കാണാൻ നല്ല രസമല്ലേ? ഇറങ്ങിക്കാം. പാട്ട് വെച്ച് കോപ്പിറൈറ്റ് വരുവേ. അല്ലെ, ഈ ഭാഗത്ത് നോക്ക്, ഏതോ സ്ഥലത്ത് പോയ പോലില്ലേ? നമ്മളെ നാടിന്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വന്നാ മതി. ഈ ഏരിയ എന്നല്ല, ഈ ഒരു റോഡിലേക്കൂടെ പോകുമ്പോ എപ്പോഴും പോകുമ്പോഴായാലും നമുക്ക് പീസ്ഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റിയൊരു റോഡും കൂടി ആയിട്ട്. തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നൈസായിട്ട് പീസ്ഫുൾ ആയിട്ട് വണ്ടി എടുത്തിട്ട് പോകാം. നല്ല റോഡും. പക്ഷെ ഇത് ചുരം എത്തിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ചുരം അത്രേ കിലോമീറ്റർ ഉണ്ട് എന്നാലും അത്രേ ഉള്ളൂ. പക്ഷെ അത് കേറി കിട്ടാനാണ് പണി. എത്ര സമയം എടുക്കും. പിന്നെ അതേപോലെ ഗട്ടറും. ഗട്ടറാണ് മെയിൻ പ്രശ്നം. പക്ഷെ ഇവിടുന്ന് നമ്മളാ ചുരം എത്തുന്നവരെ ഭയങ്കര പീസ്ഫുള്ളാണ്. ഒരു ബുദ്ധിമുട്ടല്ലേ. നോക്കിക്കേ, അങ്ങനെ കർണാടക ബോർഡർ തുടങ്ങി. ബോർഡർ കാണിക്കാൻ പറ്റിയില്ല, തുടങ്ങി. ഇത്ര നേരം നല്ല അടിപൊളിയായിട്ട് വന്നത്. ഇതെന്തീ റോഡ് റെഡിയാക്കാത്തേ? ഇത് നമ്മളെ ഗവൺമെന്റിന്റെ ആണെങ്കിൽ നമുക്കെന്താ പറയാൻ. ഇതിപ്പോ കർണാടക ഇതിലല്ലേ വരുന്നത്, കർണാടകന്റെ അണ്ടറിലല്ലേ. പക്ഷെ പൊതുവെ കർണാടക റോഡാണ് ഏറ്റവും ഇതായിട്ടുണ്ടാവാറല്ലേ. പക്ഷെ ഇത് ഭയങ്കര ഗട്ടർ. അങ്ങ് മേലോട്ടേക്ക് എത്തുമ്പോ കാണിച്ചു തരാം. നീ ബാംഗ്ലൂർ ഹൈവേ അന്ന് നീ ഓടിച്ച ഹൈവേ ഇല്ലേ, അതെങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അത് പൊളിയാട്ടോ. എത്ര പെട്ടെന്ന് നമുക്ക് ബാംഗ്ലൂർ എത്താൻ അറിയാം. പക്ഷെ ഇതങ്ങ് നമുക്ക് അത്രേ ദൂരം ഉള്ളൂ. ഇവിടുന്ന് പേട്ടക്കേക്ക് എന്നെല്ലാം പറയുന്നത് അത്രേ ദൂരം ഉള്ളൂ. പക്ഷെ ഈ ഗട്ടർ കാരണം അങ്ങോട്ടേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മള് വീട്ടിൽ നിന്ന് കണ്ണൂരേക്ക് പോകേണ്ട ഒരു ദൂരം അതാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇതിപ്പോ എത്ര കിലോമീറ്റർ? 52 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. പക്ഷെ 2 മണിക്കൂറാ. നല്ല ടൈം കാണിക്കുന്നുണ്ട്. ഇത് നോക്കിയേ, 29 കിലോമീറ്റർ 1 മണിക്കൂർ 10 മിനിറ്റും. അത് ഈ റോഡിന്റെ പ്രശ്നം. പക്ഷെ ഇതൊക്കെ എന്താ ജീപ്പ് പറന്നു പോകും. ഹസ്ബൻഡ് തലമുട്ടുന്നുണ്ട് പോലും. ഇനി നമുക്ക് ചുരം കഴിഞ്ഞിട്ട് കാണാമോ? ഫോൺ ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കല. ഒരുപാട് കുരങ്ങന്മാര്. എന്തേലും കിട്ടുമോ നോക്കുന്നുണ്ടാ? നോക്ക് എന്ത് നല്ല മോള്. ഒരു പേടിയില്ലാണ്ട് റോഡുമേലിരുന്നിട്ട് അതെ എന്ത് കൂളായിട്ട് നോക്ക്. മാറി തരുന്നുണ്ട്. മര്യാദ രാമരാ. അതിന് വേദന എടുക്കൂല. ഇങ്ങനെ വരച്ചിട്ട് ഇടിച്ചു കഴിഞ്ഞാല് ജാമ്യം പോലും ഇല്ലാത്ത കേസാ. വണ്ടി വരെ പോവും. അല്ല, അവര് മാന്യന്മാരാണ്. ഇഷ്ടം പോലെ ഉണ്ടല്ലേ. ഈ വന്യമൃഗങ്ങളുണ്ടല്ലോ, വണ്ടി അടിച്ചു കഴിഞ്ഞാല് ആ കുരങ്ങനെ നോക്കിയേ.
കുരുത്തങ്ങട്ട സാധനം. അല്ല ഇവരെ വണ്ടി അടിച്ചു കഴിഞ്ഞാല് വലിയ ഫൈനും വരും. അതുപോലെ തന്നെ നമ്മള് വണ്ടി അവര് സീസ് ചെയ്യലല്ല, വേറെ കേസോ കാര്യങ്ങളോ എന്തോ ഉണ്ടെന്ന് തോന്നുന്നത്. എന്തെല്ലോ കേൾക്കാം. ക്ലാസ് ആക്കാം. എന്തോ എന്തോ അങ്ങനെ തുഴഞ്ഞ് നമ്മള് ഇവിടെ എത്തി. സമയം അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ടോ? അവിടെ പോയിട്ട് ഇനി ഇരിപ്പില്ലേ? അതല്ല, ഓൾറെഡി നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സമയത്തിൽ എത്തിയിട്ട് നമുക്ക് ഇന്ന് കാണിക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. നല്ല ചൂടും പുറത്ത്. 33 ഡിഗ്രി ചൂടാണ് കേട്ടോ. ആച്ചി ഒരു ഉറക്ക് കഴിഞ്ഞ് എണീറ്റി. അസുബു എന്താ ചെയ്യുന്നേ? ചിത്രം വരയ്ക്കാൻ വന്നാ? എന്നാ വരച്ചോ. അങ്ങനെ ഇപ്പൊ കൂർഗ് ഡെന്റൽ കോളേജ് വീരാജ്പേട്ട് എന്താവുന്നൊന്നും അറിയില്ല. നമ്മൾ എന്തായാലും വന്നിട്ടുണ്ട്. പോയി നോക്കാം. ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ ഇതുവരെ ആച്ചിന്റെ പല്ല് കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ അല്ലേ? ഇവിടെ എല്ലാരും നല്ല അഭിപ്രായം പറയുന്നത്. അപ്പൊ ഒന്ന് ജസ്റ്റ് ഇവിടെ കാണിച്ചു നോക്കിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. പോയിട്ട് കാണാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ ഫൈനലി നമ്മള് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്ക് നമ്മള് ഡ്രസ്സെല്ലാം മാറി. എന്താ റീസൺ നമ്മൾ വന്നത് ഇറങ്ങിയ ശരിക്കും എപ്പോഴായിരുന്നു? ശനിയാഴ്ചയാണ്. പക്ഷെ ഇവിടെ എത്തിയത് ബുധനാഴ്ച. എത്തിയതല്ല സംഭവം. ആദ്യം അന്ന് വന്നതാണ്. അന്ന് വന്നിട്ട് മടങ്ങിപ്പോയി. അന്ന് എന്തോ ഒരു ഹോളിഡേ, നമ്മൾ കേരളപ്പിറവി ദിനം പോലെ ഇവിടെ എന്തോ ഒരു ഹോളിഡേ ഉണ്ടായിരുന്നു. അപ്പൊ അതും കഴിഞ്ഞ് അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നാട്ടിലോട്ട് തിരിച്ചു മടങ്ങി. എന്നിട്ട് വീണ്ടും ബുധനാഴ്ച തിരക്കുറവാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വീണ്ടും എത്തി. അപ്പൊ പിന്നെ ഇറങ്ങുന്നത് ഇതാക്കുന്നൊന്നും എടുത്തില്ല. ഇതിന്റെ കണ്ടിന്യൂഷൻ കൊണ്ടുപോവാന്ന് വിചാരിച്ച് ഇപ്പൊ രണ്ടാമത് നമ്മളിവിടെ ഡെന്റൽ കോളേജിലേക്ക് നോക്കാം. ഇന്ന് എന്താവുന്നു നോക്കാം അല്ലേ? അതെ. ഇന്ന് കുഴപ്പമില്ല അല്ലേ? ഇന്നോട് ആൾക്കാരെ കാണുന്നുണ്ട്. പീഡിയാട്രിക് എവിടെയാന്ന് നോക്കിയിട്ട് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഉള്ളിലെത്തി OP ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പീഡിയാട്രീഷ്യനെ നോക്കണം എവിടെയാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഷീറ്റ് കിട്ടി. ഇനിയിപ്പോൾ നമ്മൾ റൂം നമ്പർ 1 ഇവിടെ പീഡിയാട്രീഷ്യൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ എൻ്റെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. ആലിയാന്റെ അടുത്തൊരു സിറ്റിംഗ് കൂടെ ബാക്കിയുണ്ട്. ഒരു സിറ്റിംഗ് ഒന്നല്ല 3. എത്ര പറഞ്ഞു? 3 അല്ലെങ്കിൽ 6 സിറ്റിംഗ്. റൂട്ട് കനാൽ ഇനി വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണമെന്നാ പറഞ്ഞത്. കംപ്ലീറ്റ് എല്ലാം ആ സിറ്റിങ്ങിന് ഇനിയിപ്പോൾ അവർ വിളിച്ച് പറയുന്നതാണല്ലേ. അങ്ങനെ ഇന്ന് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഇടയ്ക്ക് ഇനി നമുക്ക് വീട്ടിലോട്ടേക്ക് പോവാം. പുതിയൊരു വീഡിയോയുമായി ഉടനെ വരാം. അതുവരെ വീണ്ടും കാണും വരെ ബൈ.